സോ വെൽക്കം ബാക്ക് ടു ഉഷാസ് കുട്ടി ലോകം. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ നോട്ട്ബുക്ക് ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ മാമ്പഴം ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ബുക്ക് കവർ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ടൈം ലൈഫ്സ് വീഡിയോ ആണ്. അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ ഏതൊക്കെ ടൂളാണ് യൂസ് ചെയ്യണേ. പ്രോക്രിയേറ്റ് എന്ന് പറഞ്ഞ ഒരു ആപ്പാണ്, ഐപാഡിലാണ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ടൂൾസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഞാനത് ആ ഒരു കളർ ടോൺ എടുക്കുന്നതും എങ്ങനെയാണ് ഞാൻ ഷെയ്ഡിങ് ചെയ്യണതും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്കിവിടെ. ഞാൻ എനിക്ക് ഈ ഒരു കുറേ മാമ്പഴം നമ്മുടെ ഒരു ഇലയിലിങ്ങനെ വീണ് കിടന്നാൽ എങ്ങനെയിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്രത്യേക ഒരു ഡിസൈൻ മനസ്സിൽ കണ്ടു. സോ ഐ തോട്ട് ഓഫ് ഡൂയിങ് ദാറ്റ് ഡയറക്റ്റ്ലി. ലൈക്ക് ആദ്യം നമ്മൾ മാംഗോ ഇലസ്ട്രേഷൻ ചെയ്തു, എന്നിട്ട് അത് കഴിഞ്ഞ് വേറൊരു ഡോക്യുമെൻ്റ് എടുത്തിട്ട് അതിൽ ബുക്ക് കവറിന് വേണ്ടിയിട്ടുള്ള ആ ബുക്കിൻ്റെ ഫ്രണ്ട് കവറിൽ എങ്ങനെ വേണം എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഓരോ എന്താ പറയുക ഇലകളും മാംഗോയും ഒക്കെ എടുത്ത് ഞാൻ പ്ലേസ് ചെയ്തു. പ്ലേസിങ് ഇറ്റ് ഇൻ എ മാനർ വിച്ച് ഇസ് ലൈക്ക് ക്രിസ് ക്രോസ് ആയിട്ടും പല രീതിയിലായിട്ട്. അപ്പോൾ ഇത് ശരിക്കും പറയാന്ന് വെച്ചാൽ ഒരു എക്സ്പെരിമെൻ്റ് പോലെയാണ്. ബട്ട് ഐ ലൈക്ക് ദ ഹോൾ പ്രോസസ് ബിക്കോസ് ബാക്കിൽ ഇതിൻ്റെ ബേസായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ ഇലകളാണ്. ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് ദ റിഫ്ലക്ഷൻ. ഇറ്റ്സ് ലൈക്ക് ഇപ്പം ഈ മാമ്പഴം തന്നെ ഞാൻ പറഞ്ഞില്ലേ, മാമ്പഴം വീണ് കിടന്നാൽ അതിൻ്റെ ഒരു ഷെയ്ഡൊക്കെ വരുമല്ലോ ഈ ഇലയമേ. അങ്ങനെയൊക്കെ ഒരു രീതിയിലാണ് ഇത് ഞാൻ ചെയ്തത്. ആൻഡ് ഇതൊരു പ്രത്യേക തരം എന്താ പറയുക ഒരു ഫീലാണ് ശരിക്കും. ആ ഒരു എന്താ പറയുക നേച്ചറിലിങ്ങനെ ഇട്ട പോലെ തോന്നും, അല്ലെങ്കിൽ ഗ്രാസിലിങ്ങനെ ഇട്ട പോലെ. ഗ്രാസല്ല, പക്ഷെ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് സോ ഇത് ഞാനിങ്ങനെ പല ഷെയ്ഡ്സ് കൊണ്ടുവന്ന് അതിൻ്റെ ഹൈലൈറ്റ് ചെയ്യണ പോലെ രീതിയിൽ വെച്ച് ഫ്രണ്ട് കവർ ചെയ്തു. അതുകഴിഞ്ഞിട്ട് പിന്നെ ബാക്ക് കവറും അതെ, എല്ലാ കവേഴ്സും ഒരേ സെയിം ഇതിൽ തന്നെയാണ് ചെയ്യണത്. പക്ഷേ അതിൻ്റെ ആ ചില ഭാഗങ്ങൾ മാത്രം ഞാനത് ഒഴിവാക്കി. അങ്ങനെയാണ് അതിനെ ബാക്ക് കവറും ഫ്രണ്ട് കവറും ഒക്കെ ചെയ്യണത്. ആൻഡ് ദെൻ JPEG ആയിട്ട് സേവ് ചെയ്തു. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു പ്രോസസ്സ് ഇങ്ങനെയാണ്. അപ്പം തന്നെ JPEG ആയിട്ട് സേവ് ചെയ്യുമ്പോൾ പിന്നെ നമ്മളതിനെ ടെംപ്ലേറ്റ് ആയിട്ട് യൂസ് ചെയ്താൽ, ഇപ്പോൾ മോക്കപ്പ് ഡിസൈനിലേക്ക് യൂസ് ചെയ്താൽ എളുപ്പമാണ്. അപ്പോൾ ഇത് ബാക്ക് കവറിന് ബാക്കിൽ വേണ്ടിയിട്ട് മാങ്ങയുടെ മുകളിൽ ലോഗോ വെച്ചു. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ വരുന്നത്. ഫൈനലായിട്ടുള്ള ഡിസൈൻസ് JPEG സേവ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരിക. അത് കഴിഞ്ഞ് പിന്നെ മോക്കപ്പ് ഡിസൈൻ ബുക്കിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വരിക. ബാക്കും ഫ്രണ്ടും, ഫ്രണ്ട് ഇൻസൈഡ് ബാക്ക് ഇൻസൈഡ്, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാംഗോ ഡിസൈൻ നോട്ട്ബുക്ക്. പിന്നെ ബണ്ടിൽ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. നിങ്ങൾ മെസ്സേജ് ചെയ്യുക, വാട്സപ്പ് ചെയ്യാം. ആൻഡ് അപ്പോൾ ഞാൻ ഈ ഗൂഗിൾ ഫോം നിങ്ങൾക്ക് അയച്ചു തരും. ഇതിൽ ചില കാര്യങ്ങൾ ഒരു 3 ബണ്ടിലിനെ കുറിച്ചിട്ടാണ് കാര്യങ്ങളുള്ളത്. if you want more information, I can send to you. So, അത്രയേ ഉള്ളൂ. Thank you for joining me into this കുട്ടി mango video.